എൻ്റെ ട്രക്കിംഗ് യാത്രകളിൽ ഇൻസ്പയറായി എൻ്റെ കൂടെ ഇപ്പോൾ ട്രക്കിങ്ങിന് വന്നേക്കുന്ന എൻ്റെ കസിൻ റിച്ചു 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞങ്ങളിപ്പോൾ മീശപ്പുലിമലയിലാണ്. നമുക്ക് റിച്ചുവിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാം. റിച്ചു ആദ്യമായിട്ടാണോ ട്രക്കിങ് ചെയ്യുന്നത്? ഞാൻ LKGയിലും UKGയിലും ആയിരുന്നപ്പോൾ അച്ചാച്ചൻ ആ ചെറിയൻ്റെ അടുത്തുള്ളൊരു മല കയറ്റിയിട്ടുണ്ട്. ഒരു പീക്ക് ആദ്യമായിട്ട് കയറിയിരിക്കുന്നത് എന്നാണ്. റിച്ചുവിൻ്റെ ആദ്യത്തെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പിന്നെ മല ഇപ്പോൾ വീട്ടിലൊക്കെ എത്തി ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അവിടെ മല കയറിയപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ടായിരുന്നു പോയേ. ഇവിടെ വന്നിട്ട് നീ സ്പെഷ്യലായിട്ട് എന്തിനാ കണ്ടത്? ഞാൻ വരയാടിനെ കണ്ടു, പിന്നെ ഫ്രോഗ് കണ്ടു, പിന്നെ ഈ കടിക്കുന്ന ഒരു കുഞ്ഞു സൈസ് അട്ടേനൊക്കെ കണ്ടു. നീ അട്ടേനെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അട്ട നിന്നെ കടിച്ചോ? അട്ട കുഞ്ഞതായിട്ട് കടിച്ചപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. അതറിഞ്ഞത് ചേച്ചി എന്തോ ഒരു സാധനം മാതിരി തോന്നിയപ്പോൾ അതെന്താ അട്ടയാണോന്ന് ചോദിച്ചപ്പോൾ അച്ചാച്ചനൊന്ന് ചെരുപ്പ് ഊരിയപ്പോൾ അത് ശരിക്കും അട്ടയായിരുന്നു. ഞാൻ പേടിച്ചിങ്ങനെ കാലിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കായിരുന്നു. ഉപ്പിട്ടിട്ട് കളഞ്ഞപ്പോൾ ചോരയൊന്നും കാണാനില്ല. എനിക്ക് ചോര കടിച്ച മാതിരിയൊന്നും ഫീൽ ചെയ്തില്ല. നീ വീട്ടിൽ നിന്ന് എങ്ങനെ ഇവിടം വരെ എത്തിയത്? ആദ്യം വല്യപ്പച്ചൻ്റെ വീട്ടിൽ കയറി. അവിടെ കുട്ടി ഉണ്ടായിരുന്നു. അത് കാരണം അവൾ മുകളിലെ വണ്ടി നിർത്തിയുള്ളൂ. അവിടെ നിന്ന് ഒരു ഉച്ചയൊക്കെ ആയി കഴിഞ്ഞ് ഒരു നുള്ളു നേരം കഴിഞ്ഞപ്പോൾ കടയ്ക്ക് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ജീപ്പിൽ കയറി. ജീപ്പ് ഇങ്ങനെ കുളിങ്ങായിരുന്നു. അപ്പം എനിക്ക് പെട്രോള് ഇരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒരു മണ്ണ് സാധനം കണ്ടു. എനിക്കത് തോന്നിയത് പുലിയാണെന്നാണ്. പക്ഷെ എനിക്കത് ക്ലിയറായിട്ട് കണ്ടില്ലായിരുന്നു. പിന്നെ ജീപ്പ് കുലുങ്ങണമായിരുന്നു. എനിക്കൊന്ന് താഴേക്ക് മാഞ്ഞു വീഴുമെന്ന് തോന്നി. റിച്ചു ആദ്യമായിട്ടല്ലേ ട്രക്കിങ് ചെയ്യുന്നത്? അപ്പോൾ ഈ മീശപ്പുലിമലയിൽ ട്രക്കിങ് ചെയ്തപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് കയറിയപ്പോൾ ഒരു തണുപ്പൊക്കെ മാതിരി തോന്നി. പിന്നെ അത് കാരണം റെയിൻകോട്ടൊക്കെ ഇട്ടാ പോയേ. പിന്നെ ടോപ്പിലൊക്കെ എത്തിയപ്പോൾ ഒരു തണുപ്പൊക്കെ മാതിരി തോന്നി. പിന്നെ താഴേക്ക് പോയിക്കാൻ എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ആയി. പിന്നെ മോളിൽ ചെന്നപ്പോൾ ഒന്ന് ഡാൻസ് കളിച്ചു. എന്നിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു ഇല പാർട്ടിക്കായിരുന്നു. എന്നിട്ട് കാറ്റ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും കാറ്റ് വരുമെന്ന് വിചാരിച്ചു ഒരു ഇല പറിച്ചതാ. എന്നിട്ട് കാറ്റ് വരുന്നില്ല. ഞാൻ വിചാരിച്ചു അത് വേറെ എന്തോ ഒരു സാധനമാണ്. പക്ഷെ അത് ആ ഇലയായിരുന്നു. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അത് ഇലയായിരുന്നു. പിന്നെ ഞാൻ അവിടെ വെച്ചു. റിച്ചു ട്രക്കിങ് ചെയ്തത് കാട്ടിലൂടെയാണോ? ആണ്. കാട്ടിലൂടെ പോയപ്പോൾ എന്തൊക്കെ വൈൽഡ് ആനിമൽസിനെ കണ്ടു? കാട്ടിൽ പോയപ്പോൾ ഞാൻ ചിലതിൻ്റെയൊക്കെ പാട് കണ്ടു. എന്നിട്ട് വീട്ടിലൊക്കെ എത്തിയപ്പോൾ വരയാടിന് താഴെയായിട്ട് കണ്ടു. റിച്ചാർഡെന്ന് വിളിച്ചപ്പോൾ ആടുകളെല്ലാം അങ്ങോട്ട് കയറി വരായിരുന്നു. റിച്ചാർഡെന്ന് വിളിച്ച അപ്പം തന്നെ അവൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആടുകൾ ഇവിടെ തന്നെ ഉണ്ട്. അവൾ ഇതുവരെയായിട്ടും പോയിട്ടില്ല. ചിലപ്പോൾ ഞാനിവിടെയുള്ള കാരണമായിരിക്കും. റിച്ചുവിന് ട്രക്കിങ് ഇഷ്ടപ്പെട്ടോ? റിച്ചുവിന് എന്താണ് ഈ ട്രക്കിങ്ങിന് വരണമെന്ന് തോന്നിയത്?
ചേച്ചി ഹിമാലയം കയറിയപ്പോൾ എനിക്ക് ഒന്ന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം 10 വയസ്സിന് മുമ്പിന് ഫസ്റ്റ് കയറാനുള്ള പ്രാക്ടീസാണിത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇഷ്ടമായി തോന്നി. ഇനിയിപ്പോൾ ഹിമാലയനായിട്ടാണ് പ്ലാൻ. റിച്ചുവിന് ഈ യാത്രയിൽ മറക്കാൻ പറ്റാത്ത വേറൊരു എക്സ്പീരിയൻസ് പറയോ? രാത്രി അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, പിന്നെ ആടുണ്ടായിരുന്നു. രാത്രി ക്യാമ്പ് ഫയറിൽ ഏത്തപ്പഴം ചുട്ട് തന്നു, നല്ല രുചി ഉണ്ടായിരുന്നു. അത് മറക്കൂലായിരുന്നു. റിച്ചുവിന്റെ വീട്ടില് ആരൊക്കെ ഉണ്ട്? അവരൊക്കെ എന്താ വരാഞ്ഞ്? അമ്മയ്ക്ക് നേഴ്സാണ് ജോലി, അപ്പയ്ക്ക് ടൈലിൻ്റെ, പിന്നെ പപ്പയ്ക്ക് മരത്തിൻ്റെ ജോലി. പിന്നെ എനിക്കൊരു അനിയനുണ്ട്. അനിയൻ വീട്ടിലാ, കൊണ്ടുവന്നിട്ടില്ല. എനിക്കറിയില്ല, ചിലപ്പോൾ മഞ്ഞ് ഫോഗ് കാരണമായിരിക്കും. പിന്നെ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇച്ചിരി ദിവസം നിന്നാൽ പോകാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പം നിൽക്കുന്നില്ല, കിടങ്ങൂര് തന്നെയാണ്. റിച്ചു മീശപ്പുലിമല സബ്മിറ്റ് ചെയ്തപ്പോ റിച്ചു എന്തൊക്കെയാ ചെയ്തത്? ടോപ്പിൽ ചെന്നപ്പോ ഇല്ലുമിനാട്ടി ഡാൻസും പാട്ടും പാടി കളിച്ചു. പിന്നെ വരയാടിനെ കണ്ടു. പിന്നെ കപ്പലും മിഠായി തിന്നു.